വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 15 സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചു. പ്രസ്തുത ദിവസം വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കൽ അച്ഛൻ പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യബലിമധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞുവന്ന അസാധാരണമായ സംഭവം ഉണ്ടായി. വിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വരികയും ചെയ്തു. തിരുവോസ്തി വികാരിയച്ഛൻ അരുളിക്കയിൽ വയ്ക്കുകയും വിശുദ്ധ കുർബാന പൂർത്തിയാക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ തിരുവോസ്തി വികാരിയച്ഛൻ ദിവ്യബലിയിൽ പങ്കെടുത്ത ദൈവജനത്തെ കാണിക്കുകയും അത്ഭുതകരമായ ചിത്രം തെളിഞ്ഞ തിരുവോസ്തി ആരാധനയ്ക്കായി അരുളിക്കയിൽ വയ്ക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിലേക്ക് തിരുവോസ്തി ദർശിക്കാനായി എത്തിയിരുന്നു. അതിരൂപതാധ്യക്ഷനായിരുന്ന അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പിതാവിന്റെ നിർദ്ദേശപ്രകാരം 2013 നവംബർ 17 തിരുവോസ്തി തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസിലേക്ക് കൊണ്ടുവരികയും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അറിയിച്ചു. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോർജ് ഞറളക്കാട്ട്, മാർ ജോസഫ് അരിമച്ചാടത്ത് എന്നീ പിതാക്കന്മാർ അടങ്ങിയ സീറോ മലബാർ സഭയുടെ ഡോക്ട്രിനൽ കമ്മീഷനെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലപ്പെടുത്തി. മോൺസിഞ്ഞോർ മാത്യു വെള്ളാനിക്കൽ, റവറൻ ഡോക്ടർ ജോസ് പാലക്കീൽ MST, റവറൻ ഡോക്ടർ സിബി പുളിക്കൽ, റവറൻ ഡോക്ടർ ജോസഫ് പാംബ്ലാനി, റവറൻ ഡോക്ടർ തോമസ് മേൽവട്ടം, റവറൻ ഡോക്ടർ ജോർജ് കുടിലിൽ എന്നീ വിദഗ്ധർ അടങ്ങിയ ഒരു സമിതിയെ ഈ പ്രതിഭാസം ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സീറോ മലബാർ ഡോക്ട്രിനൽ കമ്മീഷൻ ചുമതലപ്പെടുത്തി. വിദഗ്ധ സമിതി പഠിക്കുകയും 2013 ഡിസംബർ 21 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. തിരുവോസ്തി രഹസ്യമായി ആർച്ച് ബിഷപ്സ് ഹൗസിലെ ചാപ്പലിൽ തുടർന്നും സൂക്ഷിച്ചു പോന്നു. അഭിവന്യ മാർ ജോർജ് ഞറളക്കാട്ട് പിതാവ്, അന്നത്തെ സഹായമെത്രാനും CBCI ഡോക്ട്രിനൽ കമ്മീഷൻ അംഗവുമായിരുന്ന അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനോട് ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനം തുടരുവാൻ നിർദ്ദേശിച്ചു. 5 വർഷങ്ങളായി ആർച്ച് ബിഷപ്സ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി വിളക്കന്നൂർ ഇടവകാ ദേവാലയത്തിലേക്ക് 2018 ആഗസ്റ്റ് 22 തിരികെ കൊണ്ടുപോയി. കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിക്രി അഭിവന്യ മാർ ജോർജ് ഞറളക്കാട്ട് പിതാവ് പുറപ്പെടുവിക്കുകയും ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വിശ്വാസ തിരുസംഘത്തിൽ നിന്നാണ് വരേണ്ടതെന്ന് ദൈവജനത്തെ അറിയിക്കുകയും ചെയ്തു. 2018 റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി റോമിലേക്ക് കൊണ്ടുപോയി. 2023 ആഗസ്റ്റ് 8 വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ കർദിനാൾ ലൂയിസ് ഫ്രാൻസിസ്കോ ലെസാരിയായ്ക്ക് അതിരൂപതാധ്യക്ഷനായ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തെഴുതി. 2023 സെപ്റ്റംബർ 21 അപ്പസ്തോലിക് നൂൺഷേച്ചിയർ വഴി വിശ്വാസ തിരുസംഘത്തിന്റെ മറുപടി ലഭിച്ചു.
തിരുവോസ്തിയിലെ അത്ഭുതകരമായ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം കൂടുതൽ നടത്താനുള്ള നിർദ്ദേശം റോമിൽ നിന്നുള്ള കത്തിൽ ഉണ്ടായിരുന്നു. 2024 ജനുവരി 15 കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഡൽഹിയിലെ വത്തിക്കാൻ സ്ഥാനപതിയിൽ നിന്നും ഏറ്റുവാങ്ങുകയും തലശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തു. റോം നിർദ്ദേശിച്ച കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതിനാലായിരുന്നു തിരുവോസ്തി തിരികെ നൽകിയത്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി 3 പരീക്ഷണ പഠനങ്ങളാണ് വിശ്വാസ തിരുസംഘം നിർദ്ദേശിച്ചിരുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അനാലിസിസ് ഓർ FTIR അനാലിസിസ്, HPLC MS ഓർ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പഠനങ്ങൾക്കുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വിശ്വാസ തിരുസംഘത്തിന്റെ അനുമതിയോടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലാബിലാണ് പഠനങ്ങൾ നടത്തിയത്. വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തുവാൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമിതിയെ നിയോഗിച്ചു. 2024 ജനുവരി 23 കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചു. ഡോക്ടർ ജ്യോതിസ് ദേവസ്യ, റിസർച്ച് വിംഗ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ലാബ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ഡോക്ടർ ജോബി സേവ്യർ, ഹെഡ് ആൻഡ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ലൈഫ് സയൻസ് ആൻഡ് കെമിസ്ട്രി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ഡോക്ടർ PT വർഗീസ്, ഹെഡ് ഓഫ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ എന്നിവർ അടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ സമിതിയും റവറൻഡ് ഡോക്ടർ ജോർജ് കരോട്ട്, റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ എന്നീ ദൈവശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ ഒരു സമിതിയും തിരുവോസ്തിയിലെ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. തിരുവോസ്തിയിലെ ഛായാചിത്രത്തിൽ പുറമേ നിന്നുള്ള ഏതെങ്കിലും പദാർത്ഥത്തിന്റെ സ്വാധീനം ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന പരീക്ഷണങ്ങളായിരുന്നു വിശ്വാസ തിരുസംഘം നിർദ്ദേശിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള കത്തോലിക്ക വിശ്വാസം അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ആധാരമാക്കിയുള്ളതല്ലെന്നും മറിച്ച് തന്റെ ശരീരരക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ തന്റെ രണ്ടാമത്തെ ആഗമനം വരെ സകല യുഗങ്ങളിലും അവിടുന്ന് കുരിശിലെ ബലി നിത്യമായി തുടരുന്നുവെന്നും പീഡാനുഭവരാത്രിയിൽ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന കർത്താവിന്റെ കൽപ്പനയിലൂടെ അവിടുത്തെ പ്രിയവധുവായ തിരുസഭയെ തന്റെ മരണോത്ഥാനങ്ങളുടെ അനുസ്മരണം ഭരമേൽപ്പിച്ചുവെന്നും ഈശോ മിശിഹായുടെ തിരുവചനത്താലും പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും അപ്പവും വീഞ്ഞും മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു എന്നും പൂർണ്ണമായും നാം അറിയുന്നു. അതീവ രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ പഠനത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി 2024 ഏപ്രിൽ 2 റോമിന് സമർപ്പിച്ചു. ശാസ്ത്രീയ പഠനത്തിന്റെ റിപ്പോർട്ടുകളും ദൈവശാസ്ത്ര വിശകലനങ്ങളും വിലയിരുത്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി 2025 മാർച്ച് 19 വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ പ്രതിഭാസം ഒരു അസാധാരണ സംഭവമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ലെന്ന് വിശ്വാസ തിരുസംഘം അറിയിച്ചു. ദൈവജനത്തെ അറിയിക്കാനുള്ള ഡിക്രി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി വിശ്വാസ തിരുസംഘത്തിനും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനും CBCI പ്രസിഡന്റിനും നൽകുവാൻ നിർദ്ദേശമുണ്ടായി. ഡിക്രി പരിഭാഷപ്പെടുത്തി റോമിൽ എത്തിച്ചതിനെ തുടർന്ന് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ദൈവജനത്തെ അറിയിക്കുവാനുള്ള അനുമതി വിശ്വാസ തിരുസംഘം അഭിവന്യ
മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് നൽകി. തിരുവോസ്തിയിലെ ഛായാചിത്രത്തിന്റെ അതേ പദാർത്ഥമാണ് തിരുവോസ്തിയുടെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളതെന്നും ഈ ഛായാചിത്രം തിരുവോസ്തിയിലെ പദാർത്ഥങ്ങളിൽ നിന്നു തന്നെയാണ് രൂപപ്പെട്ടതെന്നുമുള്ള നിഗമനത്തിലാണ് ശാസ്ത്രീയ പഠനങ്ങൾ എത്തിനിൽക്കുന്നത്. തിരുവോസ്തിയിലെ ഛായാചിത്രത്തിൽ പുറമേ നിന്നുള്ള ഒരു പദാർത്ഥത്തിൻ്റെയും സ്വാധീനം പഠനങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2025 മെയ് 9 വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യബലി മധ്യേ ഈ വിവരം അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ദൈവജനത്തെ അറിയിച്ചു. 2025 മെയ് 31 ഉച്ചകഴിഞ്ഞ് 2:30 ഇന്ത്യയിലെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറല്ലി ഔദ്യോഗികമായ പ്രഖ്യാപനം വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപതയിലെ അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ നടത്തും.